പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാണുന്നതാണ് വർക്കല പാപനാശം കടപ്പുറം. രാവിലെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ആ ഇരിക്കുന്നതെല്ലാം ബലിതർപ്പണം ചെയ്യാനായിട്ട് ഇരിക്കുന്ന സ്വാമിമാരാണ്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും 2 ആങ്ങളമാരും കൂടി ബലിതർപ്പണത്തിനായിട്ടാണ് ഇവിടുത്തെ ഈ നിൽക്കുന്നതിൻ്റെ എൻ്റെ നേരെയുള്ള ബ്രദറാണ്. ബലിതർപ്പണത്തിനായിട്ട് വന്നതാണ്. 2025 ഡിസംബർ 31 ആയിരുന്നു എൻ്റെ അമ്മയുടെ ആണ്ടുബലി. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിരാവിലെ തന്നെ ഇവിടെ എത്തി. ഇത് ഏകദേശം ഒരു 7:30 മണി ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സ്വാമിമാരടുത്തൊന്നും നമ്മളെന്തായാലും നമ്മൾ ബലി തർപ്പണം ചെയ്യത്തില്ല. അവിടെ അല്ലെങ്കിലും പല റേറ്റാണ്. പക്ഷേ ഏറ്റവും നല്ലത് അമ്പലത്തിനകത്ത് പൂജാരി പൂജിക്കുന്ന ബലി തർപ്പണം ചെയ്യാനാണ് നമുക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ കണ്ടു. ബലിതർപ്പണത്തിനായിട്ട് അവിടെ ഒരു കുഞ്ഞൊരു ക്ഷേത്രം പോലെയല്ല, ക്ഷേത്രമല്ല, അതിനകത്ത് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടി മാത്രം ഒരുക്കിയ കെട്ടിടമാണത് കേട്ടോ. അപ്പോൾ എത്രയോ ആത്മാക്കൾ വന്ന് നിറയുന്ന ഈ ഒരു സമുദ്രതീരം നോക്കൂ. എത്രയോ ആത്മാക്കളെ കൊണ്ടൊഴുക്കുന്നത്. എല്ലാ ആത്മാക്കളും ഇവിടെ വന്ന് ചേരുകയാണ്. ബലിതർപ്പണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു പിണ്ടം കയ്യിൽ തരും. പിണ്ടമുണ്ട്. പിണ്ടം എന്ന് പറഞ്ഞാൽ ചോറ്, ഒരു ഉരുള ചോറും കൊണ്ട് നമ്മൾ കാക്കകൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി വെച്ച് കൊടുക്കും. അതിനുശേഷമാണ് നമ്മുടെ കടലിലോട്ട് നമ്മൾ ഇറങ്ങുന്നത്. ബാക്കിയുള്ള പുഷ്പങ്ങളുമായിട്ട് കടലിലേക്ക് നമ്മൾ ആ പുഷ്പത്തെ കൊണ്ട് അതിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒഴുക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ വന്ന് പിന്നെയാണ് ഓർത്തത്, അയ്യോ നമുക്ക് ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും കടൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമല്ലേ? നിരവധി ആൾക്കാരാണ് ബലിതർപ്പണത്തിനായിട്ട് ഇവിടെ എത്തുന്നത്. എല്ലാ ദിവസവും ബലിതർപ്പണത്തിനായിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധമായ ഒരു കടൽപ്പുറമാണ് വർക്കല പാപനാശം കടപ്പുറം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയും ഒക്കെ ആളുകൾ വന്നും പൊയ്ക്കൊണ്ടും ഇരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. രണ്ട് സഹോദരന്മാരെയും ഒരുമിച്ച് കിട്ടിയ ദിവസം കൂടിയാണ് ഇന്ന് എനിക്ക് കേട്ടോ. ഈ കാണുന്ന 2 പേരും എൻ്റെ 2 ആങ്ങളമാരാണ്. അപ്പോൾ അവരെ ഒരുമിച്ച് കാണാൻ കഴിയുന്നത് അപൂർവങ്ങളാണ് കേട്ടോ. 2 പേരും 2 സ്ഥലത്താണ്. അപ്പോൾ അമ്മയുടെ ആണ്ടുബലിക്കാണ് 2 പേരും ഒരുമിച്ച് വന്നത്. അപ്പം അങ്ങനെ നമ്മുടെ 3 മക്കളും നമ്മുടെ വീട്ടിൽ ഒത്തുകൂടി. അടുത്തത് ഞാനും അങ്ങനെ കടലിലോട്ട് ഇറങ്ങാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ തിര വരുമ്പോൾ തന്നെയും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ബലി തർപ്പണവും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്.